വെൽക്കം ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് എന്താണ് പ്രോഗ്രാമിംഗ് പാരഡിം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് എന്നും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് എന്നും പറഞ്ഞു. ആ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിമിനെ കുറിച്ചാണ് നമ്മൾ ഇനി കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള കാര്യം. നമുക്ക് ആദ്യം എന്താണ് ഓപ്സിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സിംപ്ലിഫൈസ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ബൈ പ്രൊവൈഡിംഗ് സം കൺസെപ്റ്റ്സ് സച്ച് ആസ് ഒബ്ജക്ട്സ്, ക്ലാസസ്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഡേറ്റ എൻക്യാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കൺസെപ്റ്റുകളെ കുറിച്ച് അറിയണം. അപ്പോൾ എന്തൊക്കെയാവാം? ഒബ്ജക്ട്സ്, ക്ലാസസ്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഡേറ്റ എൻക്യാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം. അപ്പോൾ ഇതെന്തൊക്കെയാണ് ഓരോന്നും എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളത് പരിശോധിച്ചു നോക്കാം. ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കമ്പൈനിങ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ആക്ടിങ് അപ്പോൺ ദ ഡേറ്റ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. അതായത് നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഡേറ്റയ്ക്കായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, അല്ല ഫങ്ഷനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അല്ലേ. ഡേറ്റയ്ക്ക് വലിയ പ്രാധാന്യം ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിനകത്ത് ഫങ്ഷനും അതിൻ്റെ ഡേറ്റയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡേറ്റയും ആ ഫങ്ഷൻസ് ആക്ടിങ് അപ്പോൺ ദ ഡേറ്റയും, അതായത് ഡേറ്റയ്ക്കകത്ത് വർക്ക് ചെയ്യുന്ന ഫങ്ഷനുകളും ഡേറ്റയും കൂടി ഒരുമിച്ച് ചേർത്ത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പറയുന്നത്. ആ സിംഗിൾ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റ്. ആഫ്റ്റർ കമ്പൈനിങ് the function inside the object are called member functions and data is called member or member variable. അപ്പം നമുക്ക് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ഒബ്ജക്റ്റ് ആക്കി കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഡേറ്റയെ നമ്മൾ മെമ്പേഴ്സ് അല്ലെങ്കിൽ മെമ്പർ വേരിയബിളുകളെന്നും ഫങ്ഷനുകളെ മെമ്പർ ഫങ്ഷനുകളെന്നും വിളിക്കും. അപ്പോൾ എന്താ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കമ്പൈനിങ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ആക്ടിങ് അപ്പോൺ ദ ഡേറ്റ. ഡേറ്റയും ഡേറ്റയ്ക്കകത്ത് വർക്ക് ചെയ്യുന്ന ഫങ്ഷനുകളെയും കൂടി കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി വച്ചിരിക്കുന്നതിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് എനിത്തിങ് ദാറ്റ് വി സീ അറൗണ്ട് അസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ആൻ ഒബ്ജക്റ്റ്. നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന എല്ലാ റിയൽ വേൾഡ് സാധനങ്ങളെയും ആ എല്ലാ പ്രോബ്ലംസിനെയും നമുക്ക് ഈ ഒബ്ജക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് നമ്മൾ പറഞ്ഞത്, എനിത്തിങ് ദാറ്റ് വി സീ അറൗണ്ട് അസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഓൾ ദീസ് ഒബ്ജക്റ്റ് ഹാവ് പ്രോപ്പർട്ടീസ്. ഈ എല്ലാ ഒബ്ജക്റ്റിനും പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ആ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ മെമ്പർ അല്ലെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നതിൻ്റെ. അതിനൊരു ബിഹേവിയർ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ അതിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമ്മളൊരു സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ആ സ്റ്റുഡൻറ്റിനൊരു പേരുണ്ടാവും, രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, ഏജ് ഉണ്ടാവും അല്ലേ, വെയിറ്റ് ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ മാർക്കുണ്ടാവും. ഇതൊക്കെ ആ ഒബ്ജക്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടീസാണ് അല്ലേ. അതിനെയാണ് നമ്മൾ മെമ്പർ വേരിയബിൾ അല്ലെങ്കിൽ ഡേറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആ മാർക്ക് റീഡ് ചെയ്യുക, മാർക്കിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക, ഇനി ഹൈറ്റ് ചേഞ്ച് ചെയ്യുക, വെയിറ്റ് ചേഞ്ച് ചെയ്യുക, ഇനി രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക, ഇതൊക്കെ ഓരോരോ ഫങ്ഷനുകളല്ലേ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ സ്റ്റുഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡേറ്റയും പറഞ്ഞു, ഫങ്ഷൻസും പറഞ്ഞു. അപ്പോൾ ഇത് ഒരു ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞുകൂടെ? ഇനി രണ്ടാമത്തെ നോക്കി, റേഡിയോയുടെ ഓൺ ആണോ ഓഫ് ആണോ, അതിൻ്റെ വോളിയം എന്താണ്, ഇതൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇനി വോളിയം കൂട്ടുക കുറയ്ക്കുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഫങ്ഷനുകളാണ്. ഇനി ഡോഗിന് എന്തൊക്കെ ഉണ്ടാവും? അതിൻ്റെ ബ്രീഡ് ഉണ്ടാവും,
അതിൻ്റെ ബ്രീഡ് നെയിം ഉണ്ടാകും, ഹൈറ്റ് ഉണ്ടാകും, വെയിറ്റ് ഉണ്ടാകും. ഇതൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് അല്ലേ. ഇനി വെയിറ്റ് എൻ്റർ ചെയ്യുക, വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ബ്രീഡ് നെയിം എൻ്റർ ചെയ്യുക, ഇതെന്നൊക്കെ പറയുന്നത് എന്താ? ഇതൊരു ഫങ്ഷനാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചുറ്റും കാണുന്ന എന്തിനേയും നമുക്ക് ഒബ്ജക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. അതിനെല്ലാം ചില പ്രോപ്പർട്ടീസും ചില ബിഹേവിയേഴ്സും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റിയൽ വേൾഡ് പ്രോബ്ലംസിനെല്ലാം ഇതേപോലെ ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് എന്താണ് ക്ലാസ് എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതേപോലെ ഡേറ്റയും ആ ഡേറ്റയുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഫങ്ഷൻസും കൂടി ഒരുമിച്ച് ചേർത്താണ് നമ്മൾ ഒബ്ജക്റ്റുകളായി എന്ന് പറയുന്നത് അല്ലേ. ഈ ഒബ്ജക്റ്റുകൾ ഡിഫൈൻ ചെയ്യുന്നത് C++-നകത്തായിരുന്നാലും വേറെ ഏത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം, ആ കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ്. ഒബ്ജക്റ്റ് ഈസ് ഡിഫൈൻഡ് വയ ഇറ്റ്സ് ക്ലാസ് വിച്ച് എവരിത്തിങ് അബൌട്ട് ആൻ ഒബ്ജക്റ്റ്. അതായത് ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ക്ലാസ് വഴിയാണ്. എ ക്ലാസ് ഈസ് എ പ്രോട്ടോടൈപ്പ് ദാറ്റ് ഡിഫൈൻസ് ദ സ്പെസിഫിക്കേഷൻ കോമൺ ടു ആൾ ഒബ്ജക്ട്സ് ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ്. ഒരു പർട്ടിക്കുലർ ടൈപ്പിലുള്ള ഒബ്ജക്റ്റിനെ കുറിച്ച് ആവശ്യമായിട്ടുള്ള സ്പെസിഫിക്കേഷനുകളെല്ലാം ഡിഫൈൻ ചെയ്യുന്ന പ്രോട്ടോടൈപ്പിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ്. അതായത് ഒരു ഒബ്ജക്റ്റിനകത്തുള്ള ഡേറ്റ എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതിൻ്റെ ഡീറ്റെയിലുകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഏത് വഴിയാണ്? ക്ലാസ് വഴിയാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒബ്ജക്റ്റ്, ആ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ ആ ടൈപ്പിലുള്ള കുറേ ഒബ്ജക്റ്റുകളുണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ ഡേറ്റകൾ എന്തൊക്കെയാണ്, അതിനകത്തുള്ള ഫങ്ഷനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് വഴി പറഞ്ഞു കൊടുക്കും? ക്ലാസ് വഴി പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എത്ര ഒബ്ജക്റ്റ്, കുറേ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് നമുക്കൊരു ക്ലാസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പം ഞാൻ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എന്ന് വിചാരിക്കുക. ആ ക്ലാസ്സിനകത്ത് ഉണ്ടാകുന്ന ഒരു ഒബ്ജക്റ്റിനുള്ള എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതായത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഡേറ്റ എന്താണ്. ഇപ്പോൾ എനിക്കൊരു സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റാണ് വേണ്ടത്. അപ്പം ഞാൻ ഹൈറ്റ് റീഡ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റ. ഇനി ഹൈറ്റ് എങ്ങനെ റീഡ് ചെയ്യും, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഹൈറ്റിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതൊക്കെ ഫങ്ഷൻസ്. ഇതെല്ലാം നമ്മൾ അതിനകത്ത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ ഒരു ഡെഫിനിഷൻ ഞാനവിടെ പറയും. ഇനി ആ ടൈപ്പിൽ എത്ര സ്റ്റുഡൻറ്റിൻ്റെ വേണമെങ്കിലും നമുക്ക് ചെയ്തുകൂടെ? അതാണ്, എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റുകളെ ഡിഫൈൻ ചെയ്യുന്നത് ക്ലാസ് വഴിയാണ്. ക്ലാസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോടൈപ്പാണ്. ദാറ്റ് ഡിഫൈൻസ് ദ സ്പെസിഫിക്കേഷൻ കോമൺ ടു ഓൾ ഒബ്ജക്ട്സ് ഓഫ് എ പർട്ടിക്കുലർ ടൈപ്സ്. ഒരു പർട്ടിക്കുലർ ടൈപ്പിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളുടെയും സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രോട്ടോടൈപ്പാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് അത്രയും ഡീപ്പായിട്ടൊന്നും നമ്മൾ പഠിക്കണ്ട, എന്നാലും ജസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എഴുതുന്നത് എന്നുള്ളത് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ക്ലാസ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നോക്കുകയാണ്. നിങ്ങളിതിനെ ഈ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ടുള്ള പ്രോഗ്രാംസ് ഒന്നും നിങ്ങൾ അറിയേണ്ട, എന്താണ് ഈ കൺസെപ്റ്റ് എന്ന് മാത്രം മതി. എന്നാലും ജസ്റ്റ് ക്ലാസ് എങ്ങനെ എഴുതും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. അപ്പോൾ നമ്മളതൊന്ന് നോക്കുകയാണ്. നിങ്ങൾ സ്ട്രക്ചർ എഴുതിയില്ലേ, അതേപോലെ തന്നെയുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് എന്തെന്ന് പറയുന്നത്? ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ മെയിൻ എഴുതുന്നതിന് മുമ്പാണ് നമ്മൾ ക്ലാസ്സും എഴുതുന്നത്. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് ഡിക്ലെയർ ചെയ്യും. ക്ലാസ് നെയിം, ഒരു സ്പേസ്, നമ്മൾ സ്ട്രക്ചർ നെയിം എന്ന് പറഞ്ഞ പോലെ ക്ലാസ് നെയിം, അത് കഴിഞ്ഞ് ബ്രേസ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു പ്രൈവറ്റ്, പബ്ലിക് എന്നൊക്കെ പറയുന്ന കീവേഡുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പം നമ്മളിവിടെ പറഞ്ഞു ഡേറ്റയും ഫങ്ഷനുകളുമാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റകളെന്ന് പറഞ്ഞാൽ എന്താ? വേരിയബിളുകൾ. ആ വേരിയബിളുകൾ ഫങ്ഷനുകൾ, അതിൻ്റെ ഡിക്ലറേഷൻ നമ്മൾ ഇതിനകത്ത് എഴുതും. എന്നിട്ട് ബ്രേസ് ക്ലോസ് ചെയ്തിട്ട് ഒരു സെമിക്കോളൻ ഇടും, നമ്മൾ സ്ട്രക്ചർ പോലെ തന്നെ. അപ്പോൾ ഇതിനകത്ത് എഴുതുന്ന ഡേറ്റാസിനെയും ഫങ്ഷൻസിനെയും നമുക്ക് പ്രൈവറ്റ് എന്നോ പബ്ലിക് എന്നോ ഒക്കെ പറഞ്ഞ് തിരിച്ചെഴുതാം. അതിൻ്റെ വ്യത്യാസം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കും. അപ്പം ആ വേരിയബിളുകൾ, ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളുകളെ വിളിക്കുന്ന പേര് ഡേറ്റ മെമ്പേഴ്സ് എന്നാണ്. ഇനി ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന ഫങ്ഷനുകളെ വിളിക്കുന്ന പേര് മെമ്പർ ഫങ്ഷൻസ് എന്നാണ്.
ക്ലിയർ ആയോ? അപ്പോൾ ഈ ക്ലാസ് ഒരു സ്പേസ് കൊടുത്തിട്ട് ക്ലാസ് നെയിം, എന്നിട്ട് ബ്രേസ് ഓപ്പൺ ചെയ്യും. അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മെമ്പർ വേരിയബിളുകളെ, ഡേറ്റ മെമ്പേഴ്സിനെയും മെമ്പർ ഫംഗ്ഷനുകളെയും നമ്മൾ ഡിക്ലെയർ ചെയ്യും. എന്നിട്ട് സെമിക്കോളൻ ബ്രേസ് ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ ഇടും. അപ്പോൾ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന ആ വേരിയബിളുകളെ നമ്മൾ വിളിക്കുന്നത് മെമ്പർ വേരിയബിളുകൾ അല്ലെങ്കിൽ ഡേറ്റ മെമ്പേഴ്സ് എന്നാണ്. അതിനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന ഫംഗ്ഷനുകളെ വിളിക്കുന്ന പേര് മെമ്പർ ഫംഗ്ഷനുകൾ എന്നാണ്. ഇവ പ്രൈവറ്റ് എന്നോ പബ്ലിക് എന്നോ ഒക്കെ കാറ്റഗറൈസ് ചെയ്ത് എഴുതാം. എന്താണ് ആ കാറ്റഗറി എന്നുള്ളത് നമുക്കിനി അടുത്തതായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു C++ൻ്റെ ക്ലാസ് മെമ്പേഴ്സിന് മെമ്പർ വേരിയബിളുകളും ഉണ്ട്, മെമ്പർ ഫംഗ്ഷനുകളും ഉണ്ട്. അപ്പോൾ ഈ മെമ്പേഴ്സ് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു ക്ലാസ്സിനകത്ത് ഉപയോഗിക്കുന്ന മെമ്പേഴ്സ് പ്രൈവറ്റോ പബ്ലിക്കോ പ്രൊട്ടക്റ്റഡോ ആയി മാറാം. 3 തരത്തിലാണ് ഇവ വരുന്നത്. പ്രൈവറ്റോ പബ്ലിക്കോ പ്രൊട്ടക്റ്റഡോ ആവാം. അപ്പം ഈ പ്രൈവറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദ മെമ്പേഴ്സ് ഡിക്ലെയർഡ് അണ്ടർ പ്രൈവറ്റ് സെക്ഷൻ ആർ നോട്ട് വിസിബിൾ ഔട്ട്സൈഡ് ദ ക്ലാസ്. നമ്മുടെ ക്ലാസ്സിൻ്റെ വെളിയിൽ ഇവ വിസിബിൾ ആയിരിക്കത്തില്ല. അതായത് ക്ലാസ്സിനകത്തുള്ള ഫംഗ്ഷനുകൾക്ക് മാത്രമേ ഇവ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ക്ലാസ്സിനകത്ത് മാത്രമേ ഇവ വിസിബിൾ ആയിരിക്കത്തുള്ളൂ. പുറത്ത് നിന്നുകൊണ്ട് ഇവ ആക്സസ് ചെയ്യാൻ പറ്റുമോ? പ്രൈവറ്റ് മെമ്പേഴ്സ് പറ്റില്ല. പക്ഷേ ഇതിനകത്തുള്ള ഒരു ഫംഗ്ഷൻ വേണമെങ്കിൽ അത് ആക്സസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇനി പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും വിസിബിൾ ആയിരിക്കും. പുറത്ത് നിന്നുകൊണ്ടും ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് പോലെ തന്നെയാണ്. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിനകത്ത് മാത്രമല്ലേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന, അതെന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. ആ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ക്ലാസ്സിനും ഇവ ആക്സസ് ചെയ്യാൻ പറ്റും. എന്തായിരുന്നാൽ? പ്രൊട്ടക്റ്റഡ് ആയിരുന്നാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ക്ലാസ്സിനകത്തുള്ള മെമ്പേഴ്സിനെ, മെമ്പർ വേരിയബിളുകളെയും മെമ്പർ ഫംഗ്ഷനുകളെയും നമുക്ക് 3 കാറ്റഗറി ആയിട്ട് എഴുതാം. പ്രൈവറ്റ് ആകാം, പബ്ലിക് ആകാം, പ്രൊട്ടക്റ്റഡ് ആകാം. അപ്പോൾ പ്രൈവറ്റ് ആണെങ്കിൽ ആ ക്ലാസ്സിനകത്ത് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്റ്റഡ് ആണെങ്കിലോ ആ ക്ലാസ്സിനും ആ ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ക്ലാസ്സുകൾക്കും ആക്സസ് ചെയ്യാൻ പറ്റും. പബ്ലിക് ആണെങ്കിലോ പുറത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പം നമ്മൾ ഇങ്ങനെ എഴുതുന്ന ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ കാറ്റഗറിയിലായിട്ട് അവയുടെ ആക്സസിങ്ങിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ പ്രൈവറ്റ് എന്നോ പബ്ലിക് എന്നോ പ്രൊട്ടക്റ്റഡ് എന്നോ എഴുതാതെ കുറേ മെമ്പർ വേരിയബിളുകൾ എഴുതിയാലോ, അതായത് ഡിഫോൾട്ടായിട്ട് ഇവ എന്തായിരിക്കും? പ്രൈവറ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ക്ലാസ്സിനകത്ത് വരുന്ന മെമ്പർ വേരിയബിൾസും മെമ്പർ ഫംഗ്ഷൻസും ഡിഫോൾട്ടായിട്ട് പ്രൈവറ്റ് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നിങ്ങളവിടെ ഒരു എക്സാമ്പിൾ നോക്കി. ക്ലാസ് ക്യൂബ്. ക്ലാസ് എന്ന് പറയുന്നത് കീവേഡ്, ക്യൂബ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് ക്ലാസ്സിൻ്റെ. ഇനി ഞാൻ എഴുതിയിട്ടുണ്ട് പ്രൈവറ്റ് ഇൻഡ് എ. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു മെമ്പർ വേരിയബിളാണ് ഇവിടത്തെ. ആ മെമ്പർ വേരിയബിൾ എന്ത് ടൈപ്പിലുള്ളതാ? പ്രൈവറ്റ് ടൈപ്പിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിനകത്ത് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി പബ്ലിക്കായിട്ട് 2 ഫംഗ്ഷൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. വോയിഡ് റീഡ്, വോയിഡ് കാൽക്കുലേറ്റ്. അപ്പം റീഡ് എന്നും കാൽക്കുലേറ്റ് എന്നും പറയുന്ന 2 ഫംഗ്ഷനുകളുണ്ട്. ആ 2 ഫംഗ്ഷനുകളും പബ്ലിക് ഫംഗ്ഷനുകളാണ്. എന്ന് പറഞ്ഞാൽ പുറത്ത് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഫംഗ്ഷനുകളാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. നമ്മൾ ക്ലാസ് വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാംസ് ഒന്നും നമ്മൾ അത്ര ഡീപ്പായിട്ട് നോക്കണ്ട. പക്ഷേ ഞാനിവിടെ ഇപ്പോൾ ഒരു സാമ്പിൾ പ്രോഗ്രാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഐഡിയ എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസ് നമ്മൾ എഴുതുന്നത്. ഇനി നമുക്ക് ക്ലാസ്സിനകത്ത് ഒരു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യണം. എങ്ങനെ ഡിക്ലെയർ ചെയ്യും? നിങ്ങൾ സാധാരണഗതിയിൽ സ്ട്രക്ചർ പഠിച്ചപ്പോൾ സ്ട്രക്ചറിനകത്ത് എങ്ങനെ നിങ്ങൾ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തത്? സ്ട്രക്ചറിൻ്റെ പേര് ഒരു സ്പേസ് ഇട്ടിട്ട് സ്ട്രക്ചർ വേരിയബിളിൻ്റെ പേര്. അതേപോലെ ക്ലാസ്സിനകത്ത് ഒരു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ക്ലാസ്സിൻ്റെ പേര് ഒരു സ്പേസ് ഒബ്ജക്റ്റിൻ്റെ പേര്. ഇനി ആ ഒബ്ജക്റ്റ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ക്യൂബ് സ്പേസ് സി. അപ്പം സി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ് ഏത് ക്ലാസ്സിലെ? ക്യൂബ് എന്ന് പറയുന്ന ക്ലാസ്സിലെ എന്നാണ് അതിൻ്റെ മീനിങ്. ക്ലിയർ ആയല്ലോ? ഇനി ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു മെമ്പർ ഫംഗ്ഷനെ ആക്സസ് ചെയ്യണമെങ്കിലോ, അപ്പോൾ നമ്മൾ സി ഡോട്ട് ഫംഗ്ഷൻ നെയിം. ആ സി ഡോട്ട് ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം. അങ്ങനെ ആക്സസ് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയിരിക്കണം? പബ്ലിക് ആയിരിക്കണം. എങ്കിലല്ലേ പുറത്ത് നിന്നുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റ് ഡോട്ട് ഫംഗ്ഷൻ നെയിം.
ഇങ്ങനെയാണ് അതിനെ നമുക്ക് ആക്സസ് ചെയ്ത് എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് എഴുതുന്നത്. നമുക്ക് ക്ലാസ്സിൻ്റെ എങ്ങനെ ഒരു ക്ലാസ് എഴുതാമെന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ എക്സാമ്പിൾ നോക്കാം. ക്ലാസ്സിൻ്റെ ഫംഗ്ഷനുകൾ എങ്ങനെയാണ് എഴുതുന്നത്, ഫംഗ്ഷനുകൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊരു ചെറിയ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റുഡൻറ്റിൻ്റെ വേണോ നമുക്ക് ചെയ്യാം, അത്രയും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ എന്താ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്? സ്റ്റുഡൻറ്റിൻ്റെ 2 മാർക്ക്, അവിടെ നമ്മൾ 3 മാർക്ക് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല. 2 മാർക്ക് റീഡ് ചെയ്യുന്നു, എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നു, നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. ഈ ക്ലാസ്സിൻ്റെ എങ്ങനെയാണ് ഈ ക്ലാസ് എഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ് ഡിക്ലെയർ ചെയ്യണം, വേണ്ടേ? അപ്പം ഞാൻ ഇവിടെ എഴുതുന്നു ക്ലാസ് സ്റ്റുഡൻറ്റ്. എൻ്റെ ക്ലാസ്സിൻ്റെ പേരെന്താ? സ്റ്റുഡൻറ്റ്. ഇനി ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള മെമ്പർ വേരിയബിളുകൾ നമ്മൾ എഴുതണം. അപ്പം മെമ്പർ വേരിയബിളുകൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. M1 M2 ടോട്ടൽ. M1 എന്ന് പറയുന്നത് 1ാമത്തെ മാർക്കിന്, M2 എന്ന് പറയുന്നത് 2ാമത്തെ മാർക്കിന്, ടോട്ടൽ എന്ന് പറയുന്നത് എൻ്റെ ടോട്ടൽ കണ്ടുപിടി. ഇവ ഒന്നും ഞാൻ പ്രൈവറ്റ് എന്നോ പബ്ലിക് എന്നോ ഒന്നും എഴുതാതെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവ എന്തായിരിക്കും? പ്രൈവറ്റ് ആയിരിക്കും. പ്രൈവറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഇവ ആക്സസ് ചെയ്യാൻ കഴിയുന്നത് ക്ലാസ്സിനകത്ത് നിന്നുകൊണ്ട് മാത്രമായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ പബ്ലിക്കായിട്ട് അവിടെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, വോയിഡ് റീഡ്. എന്നിട്ട് അതിൻ്റെ ഡെഫിനിഷൻ അവിടെ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. സീൻ M1 M2, അതായത് 2 മാർക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. M1ഉം M2ഉം റീഡ് ചെയ്തു. ഇനി അടുത്ത ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്, വോയിഡ് കാൽക്കുലേറ്റ്. അതിൻ്റെ ഡെഫിനിഷൻ അവിടെ എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ സെമിക്കോളൻ ഇട്ട് ബ്രേസും ക്ലോസ് ചെയ്ത് സെമിക്കോളൻ അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പം നമ്മളിങ്ങനെ ക്ലാസ്സുകൾക്കകത്ത് എഴുതുന്ന ഫംഗ്ഷനുകളെ അതിൻ്റെ അകത്തും ഡിഫൈൻ ചെയ്യാം, പുറത്തും ഡിഫൈൻ ചെയ്യാം. ഇപ്പം നമ്മൾ അവിടെ റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ അകത്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? ഇനി ഇത് പുറത്ത് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. പുറത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു സിൻറ്റാക്സ് ഉപയോഗിക്കും. ആ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ്, ക്ലാസിൻ്റെ പേര്, ഇനി 2 കോളൻ ചേർത്തിടും. ആ ഓപ്പറേറ്ററിനെ വിളിക്കുന്ന പേര് സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്റർ എന്നാണ്. എന്താണ്? സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്റർ. അപ്പോൾ ഈ റിട്ടേൺ ടൈപ്പ്, ക്ലാസിൻ്റെ പേര്, സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്റർ, ഫംഗ്ഷൻ്റെ പേര്, എന്നിട്ട് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതും? ആദ്യം അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താ? ഓയിഡ്, ക്ലാസിൻ്റെ പേര് സ്റ്റുഡൻറ്റ്, സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്റർ, ഫംഗ്ഷൻ്റെ പേര് കാൽക്കുലേറ്റ്, എന്നിട്ട് അതങ്ങോട്ട് എഴുതും. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? M1ഉം M2ഉം കൂടെ കണ്ടുപിടിച്ച് ടോട്ടലിൽ വെക്കണം, ടോട്ടലിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതാണ് നമ്മളവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫംഗ്ഷനെ ക്ലാസ്സിനകത്തും ഡിഫൈൻ ചെയ്യാം, പുറത്തും ഡിഫൈൻ ചെയ്യാം. നമ്മൾ ഫംഗ്ഷൻ്റെ പേരെഴുതുമ്പോൾ അപ്പോഴും തന്നെ വേണമെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എഴുതി അവസാനിപ്പിക്കാം. ഇല്ലെങ്കിലോ പുറത്തിറങ്ങിയിട്ട് നമ്മൾ റിട്ടേൺ ടൈപ്പ്, ക്ലാസിൻ്റെ പേര്, സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്റർ, ഫംഗ്ഷൻ്റെ പേര്, എന്നിട്ട് ഡെഫിനിഷൻ എഴുതും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് ആ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതാൻ പോവുകയാണ്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആദ്യം നമുക്ക് വേണ്ട ഒബ്ജക്റ്റുകളെ ഉണ്ടാക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ 2 സ്റ്റുഡൻറ്റിൻ്റെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്ര ഒബ്ജക്റ്റ് വേണം? 2 ഒബ്ജക്റ്റ് വേണം. ആ ഒബ്ജക്റ്റുകൾക്ക് കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത് നേരത്തെ ക്ലാസ്സിനകത്ത്. ഇനി ഓരോ ഒബ്ജക്റ്റും നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. നമ്മളപ്പോൾ S1 എന്നും S2 എന്നും പറയുന്ന 2 ഒബ്ജക്റ്റ് അവിടെ ഡിഫൈൻ ചെയ്തു. അതാണ് സ്റ്റുഡൻറ്റ് S1 S2 എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയും എൻ്റർ ദ മാർക്ക് ഓഫ് ഫസ്റ്റ് സ്റ്റുഡൻറ്റ്. ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് റീഡ് ചെയ്യണം. അപ്പം മാർക്ക് റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പബ്ലിക് അല്ലേ? അപ്പം നമുക്ക് ഈ മെയിനിൽ നിന്നുകൊണ്ട് ആക്സസ് ചെയ്യാമല്ലോ. അപ്പോൾ ഏത് ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് റീഡ് ചെയ്യണം? നമ്മൾ ഡിക്ലെയർ ചെയ്ത S1 ഉപയോഗിച്ചുകൊണ്ട് റീഡ് ചെയ്യണം. അപ്പോൾ S1 ഡോട്ട് റീഡ് നമ്മൾ പറയും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മാർക്ക് റീഡ് ചെയ്ത് വയ്ക്കും. ഏത് ഒബ്ജക്റ്റിന് വേണ്ടി?
S1 വേണ്ടി. ഇനി സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ S2 ഡോട്ട് റീഡ് എന്ന് നമ്മൾ പറയും. ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് റീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ മാർക്കുകൾ റീഡ് ചെയ്ത് S2 എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് വയ്ക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്കും രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്കും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കാൾ ചെയ്യും. അപ്പോൾ S1 ഡോട്ട് കാൽക്കുലേറ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനോ S2 ഡോട്ട് കാൽക്കുലേറ്റ് എന്ന് പറയും. അപ്പം നമ്മൾ ക്ലാസ്സിനകത്ത് എന്താ ചെയ്തേ? ഇതിനെല്ലാം ഉള്ള പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. അതായത് M1 M2 ഉണ്ട്, ടോട്ടൽ എന്ന് പറയുന്ന ഒരു മാർക്കുണ്ട്, M1 M2 റീഡ് ചെയ്യാം, ആ M1 M2 കൂടെ കൂട്ടിയ ടോട്ടൽ കിട്ടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ട് നമ്മൾ ക്ലാസ്സിനകത്ത് പറഞ്ഞു കൊടുത്ത് വെച്ചു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഓരോ ഒബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ടും ഇതിങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആദ്യത്തെ ഒബ്ജക്റ്റിന് വേണ്ടി റീഡ് ചെയ്തു, ആദ്യത്തെ ഒബ്ജക്റ്റ് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തു. അതാണ് S1 ഡോട്ട് റീഡ്, S2 ഡോട്ട് റീഡ്. അപ്പോൾ രണ്ടും റീഡ് ചെയ്ത് വെച്ചു. ഇനി S1 ഡോട്ട് കാൽക്കുലേറ്റ് എന്ന് പറയുമ്പം S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കും. S2 ഡോട്ട് കാൽക്കുലേറ്റ് എന്ന് പറയുമ്പോഴോ S2 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കും. അത് രണ്ട് ആ ഫംഗ്ഷനകത്ത് തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതാണ് ഈ പ്രോഗ്രാം. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം S1 ഉപയോഗിച്ചുകൊണ്ട് റീഡ് ചെയ്തു. അപ്പോൾ എന്ത് പറയും? എൻ്റർ ദ മാർക്ക് ഓഫ് ഫസ്റ്റ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഞാൻ 10 20 കൊടുത്തു. ഇനി S2 ഉപയോഗിച്ചുകൊണ്ട് റീഡ് ചെയ്തേക്കാണ് പിന്നെ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ വീണ്ടും ചോദിക്കും എൻ്റർ ദ മാർക്സ് ഓഫ് സെക്കൻഡ് സ്റ്റുഡൻറ്റ്. അപ്പം 20 30. ഇനി ഫസ്റ്റ് സ്റ്റുഡൻറ്റ് നമ്മൾ S1 ഡോട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ടോട്ടൽ കണ്ടുപിടിക്കും, 30 ഡിസ്പ്ലേ ചെയ്യും. ഇനി S2 ഡോട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ ഈ 30 20 കൂടെ കൂട്ടി 50 അതിനും കണ്ടുപിടിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിംഗ് വളരെ ഡീപ്പായിട്ട് നോക്കണ്ട. എന്താണ് ക്ലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതായത് ഒബ്ജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ക്ലാസ്. അതായത് ഡേറ്റയും ആ ഡേറ്റയിൽ വർക്ക് ചെയ്യുന്ന ഫങ്ഷനുകളും കൂടി ഗ്രൂപ്പ് ചെയ്ത് കമ്പൈൻ ചെയ്ത് ഒരൊറ്റ യൂണിറ്റാക്കി മാറ്റുന്നതിനാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ക്ലാസ്. അതാണ് നിങ്ങൾ അറിയേണ്ടത് ഇതിനകത്ത്. ഇനി നമ്മൾ എന്താണ് ഈ ക്ലാസ് എന്നുള്ള ജസ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ആണ് നമ്മളിവിടെ നോക്കിയത്. ഇത് നോക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ഡൗട്ടായിട്ട് ചോദിക്കുക. കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. റിപ്പീറ്റഡ് ആയിട്ട് കേട്ടിട്ട് അതിനകത്തുള്ള ഡൗട്ട്സ് ചോദിക്കുക. ഓക്കെ.